ചങ്ക് പൊട്ടണ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ബിനാസിക്ക, ഞാൻ +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. അറിയാതെ പറ്റിയ കയ്യബദ്ധം മൂലം അപ്പൊ എന്റെ പൊന്ന് ചങ്ങാതിമാരെ എല്ലാവർക്കും 1000 ഈദ് മുബാറക് കിട്ടാ. ചങ്ക് പൊട്ടണ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ചങ്ക് പൊട്ടണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാണണം കേട്ടോ. അപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ സൗദിയിലെ ഒരു അബ്ദുൾ റഹീം എന്നുള്ള സഹോദരന്റെ കാര്യം. അപ്പൊ ഇന്ന് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു വഴി ഒരു ലെറ്റർ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ആ ലെറ്റർ ഞാൻ ആദ്യം തന്നെ വായിക്കാം. അസ്സലാമു അലൈക്കും ജിബിനാസിക്ക, ഞാൻ +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. അറിയാതെ പറ്റിയ കയ്യബദ്ധം മൂലം സൗദി ജയിലിൽ വധശിക്ഷയാൽ വിധിക്കപ്പെട്ട് കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീം എന്ന സഹോദരന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ മോചനദ്രവ്യമായി 34 കോടി രൂപ സമാഹരിക്കുന്നതിലേക്ക് ഞാനും എന്റെ സഹോദരിയും ഒരു മിനിറ്റ്. അതായത് ഈ ലെറ്റർ നിങ്ങൾ ശ്രദ്ധിച്ച് കാണൂട്ടോ. ശ്രദ്ധിച്ച് കാണുന്നുണ്ടെങ്കിൽ ഇത് എന്താണെന്ന് കാണിച്ചു തരാം. അതായത് 34 കോടി സമാഹരിക്കുന്നതിൽ ഞാനും എൻ്റെ സഹോദരനും കൂടി നാളെ ഇതുവരെ സ്വരുക്കൂട്ടി വച്ചിരുന്ന 18,500 രൂപയും കമ്മൽ വിറ്റ് കിട്ടിയ 12,000 രൂപയും കൂട്ടി 30,500 രൂപ നൽകുന്നതിന് വേണ്ടി ഇന്നേ ദിവസം, അതായത് 9/4/2024 പെരുമ്പാവൂരിലുള്ള ബോച്ചയുടെ ബോബി ചെമ്മണ്ണൂർ ജ്വല്ലറിയിൽ പോയിരുന്നു. എന്നാൽ ഈ തുക ബാങ്കിൽ അടക്കുവാൻ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. ഇത്രയും നാണയത്തുട്ടുകൾ ബാങ്കിൽ അടക്കുവാൻ പ്രയോഗികമല്ലാത്തതിനാൽ ഇക്കാനെ ഏൽപ്പിക്കുകയാണ്. ഇക്ക ഒരു വീഡിയോ ചെയ്ത് പരമാവധി തുക സമാഹരിച്ച് ആ സഹോദരനെ മരണത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ട തുക സമാഹരിക്കാൻ തയ്യാറാവണമെന്നും കേരളത്തിലെ എല്ലാ വ്ളോഗേഴ്സും ഇത് ഏറ്റെടുക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു ജീവൻ കൊടുക്കുവാൻ അള്ളാഹുവിനല്ലാതെ ആർക്കും കഴിയില്ല. അതിനാൽ എല്ലാവരും കഴിയുമത്ര തുക നൽകി സഹായിക്കുവാൻ തയ്യാറാവണമെന്നും ഈ അനിയത്തി അപേക്ഷിക്കുന്നു. വിശ്വസ്തയോടെ ഇന്ത്യ വിജയിക്കട്ടെ. അപ്പൊ ഈ ഒരു കത്ത്, ഈ ഒരു ലെറ്റർ എൻ്റെ കൈ കിട്ടിയ പിന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ കിടന്ന് പൊട്ടാണ്. അപ്പൊ ഈ ഒരു കത്ത്, അതായത് നമ്മൾ വായിച്ച പോലെ തന്നെ 2 പെൺകുട്ടികളും അതിന്റെ സഹോദരനും കൂട്ടി വെച്ച് കിട്ടിയ നാണയത്തുട്ടുകളാണ് ഇരിക്കുന്നത്. നാണയത്തുട്ടുകൾ എന്നുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് 10ന്റെ 600 തുട്ടാണ്, 6,000 രൂപ. കാണിച്ചു തരാം കേട്ടോ. എന്താ 10ന്റെ 600 തുട്ടാണ് കാണുന്നത്, 6,000 രൂപ. അതുപോലെ തന്നെ 2ന്റെ 2,000 തുട്ട് 4,000 രൂപ. ഇതൊക്കെ 2ന്റെ തുട്ടുകളാണ്. ഇത് 4,000 രൂപയുണ്ട് കേട്ടോ. ഈ ഒരു ചാക്ക് 4,000 രൂപയാണ്. 5ന്റെ 1,700 തുട്ട് 8,500 രൂപ. കണ്ടാ, ഇത് 5ന്റെ, ഇത് വർഷങ്ങളായിട്ട് ഇവര് സ്വരുക്കൂട്ടി വെച്ചേക്കണേ കണ്ടോ. ഇത് കമ്മല് വിറ്റ കാശും അതുപോലെ ബാക്കി സ്വരു കൂട്ടി വെച്ചേക്കണ ഒരു ചില്ലറ പൈസ. കമ്മല് വിറ്റ കാശ് ഇതല്ല കേട്ടോ. ഇത് 11,300 രൂപ നോട്ടായിട്ട്. ഇത് കമ്മല് വിറ്റ് കിട്ടിയ കാശാണ്. കമ്മല് വിറ്റ് കിട്ടിയ കാശും ബാക്കി ഒരുപാട് വർഷങ്ങളായിട്ട് കാത്തു സൂക്ഷിച്ച് വെച്ചേക്കണ നാണയത്തുട്ടുകളും ആ 2 പെൺകുട്ടികളും ആ ഒരു അതിന്റെ സഹോദരനും കൂടി തന്നിട്ടുണ്ടെങ്കിൽ ദൈവം സാക്ഷി ഞാൻ ഒരു കാര്യം പറയാം, ഈ 2 പെൺകുട്ടികളും ആ ഒരു സഹോദരനും ഇവരാരാണെന്ന് പോലും എനിക്കറിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് എനിക്ക് തന്ന് ഏൽപ്പിച്ച ആ ആൾക്ക് മാത്രമേ അറിയാവുള്ളൂ. ആ ആളിൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ആരാന്ന് അവർക്ക് ഒരു പബ്ലിസിറ്റിക്കും അവർ ആഗ്രഹിക്കുള്ള ആ ഒരു സഹോദരനെ, ആ പ്രിയപ്പെട്ട റഹീം എന്ന് പറഞ്ഞ സഹോദരനെ സൗദി ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു തുക നമ്മുടെ കയ്യിലേക്ക് വന്നു. ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചങ്ക് പൊട്ടിപ്പോയി. അതായത് നമ്മൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഇതിൽ കണ്ണുറക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇതുപോലെ വീഡിയോസിൽ ചെയ്ത് മറ്റുള്ള ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നമ്മുടെ അബ്ദുൾ റഹീം എന്നൊരു സഹോദരന്റെ ഉമ്മയുടെ അക്കൗണ്ടും അതുപോലെ തന്നെ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ സാറിന്റെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു അക്കൗണ്ടും കൊടുത്തേക്ക. അപ്പോൾ മാക്സിമം നമ്മൾ മലയാളികൾ അതിലേക്ക് പറ്റുന്ന സഹായം എല്ലാവരും, നമ്മൾ ഈ ഒരു പെൺകുട്ടികളും ആ ഒരു സഹോദരനും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം കണ്ണു തുറക്കേണ്ട ഒരു ആവശ്യഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതായത് ആ ഒരു ചെയ്യാത്ത കുറ്റത്തിനല്ല, ഒരു നിർഭാഗ്യവശാൽ വന്നു ചേർന്ന ഒരു കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന ഒരു സഹോദരനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സഹോദരനെ തൂക്കിലേറ്റാതെ നമ്മുടെ നാട്ടിലെത്തിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് തുടങ്ങും. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ ചാരിറ്റി വീഡിയോകൾ ചെയ്യുന്ന ആളല്ല. പക്ഷേ ഈ ഒരു സംഭവം 6-7 ദിവസം കൂടി ഇനി ബാക്കിയുള്ളൂ. ഇങ്ങോട്ട് മൊത്തം 34 കോടി രൂപ വേണമെന്നാണ്, ഇന്ത്യൻ മണി 34 കോടി രൂപ വേണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ എന്തോ 6-7 കോടി രൂപയാണ് നിലവിലായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു 6-7 ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ മലയാളികളും അതുപോലെ ബാക്കി എല്ലാ അന്തർ സംസ്ഥാനങ്ങൾ ആളുകൾ കംപ്ലീറ്റ് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സഹോദരനെ നമുക്ക് ഇവിടെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ കഴിയും. അപ്പോൾ അടിത്തറയായിട്ട് നമ്മളെല്ലാ മലയാളികളും ഇതിന് ഒരു കട്ടക്ക് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കട്ട സപ്പോർട്ടോടുകൂടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കാണുന്നവർ പറ്റുന്നവരെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. അതുപോലെ തന്നെ നമ്മളെപ്പോലെ വീഡിയോ ചെയ്യുന്ന എല്ലാ ക്രിയേറ്റേഴ്സും ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് മറ്റുള്ള ആളുകളിലേക്ക് മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുക. ഈ ചാക്കിലിരിക്കുന്ന ഈ ഒരു നാണയത്തുട്ടുകളും ഈ ചാക്കിലിരിക്കുന്ന 10ന്റെ നാണയത്തുട്ടുകളും ഈ നോട്ട്, ഈ കമ്മല് വിറ്റ് കിട്ടിയ കാശിന്റെ നോട്ടും കെട്ടുകളും അതുപോലെ ബാക്കിയുള്ള കോയിൻസുകളും ഇങ്ങനെ തന്നോന്നുണ്ടെങ്കിൽ ആ ഒരു, എനിക്ക് ആരാണെന്ന് പോലും അറിയില്ല, ആ പെൺകുട്ടികളുടെ ആ സഹോദരന്റെ മനസ്സ് ഒരു വല്ലാത്ത മനസ്സ് തന്നെയാണ്. അപ്പോൾ ആ ഒരു മനസ്സിന്റെ പാതി മനസ്സെങ്കിലും നമ്മൾ എല്ലാ മലയാളികളും കാണിക്കണം. മാക്സിമം പറ്റാവുന്ന ഒരു ഫണ്ട് കളക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യണം കേട്ടോ.